ഹായ്, വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ ദിജേഷ് ദിനേശൻ. അപ്പോൾ ഡിഗ്രി പ്രിലിംസ് പരീക്ഷ വരാനിരിക്കുകയാണല്ലേ. നമുക്ക് എല്ലാവർക്കും അറിയാം, മെയ് 2-ാം തീയതി ആദ്യത്തെ ഘട്ടം ഡിഗ്രി പ്രിലിംസ് പരീക്ഷ ഉണ്ടായിരിക്കും. അതിനുശേഷം 16-ാം തീയതി, പിന്നീട് ജൂൺ മാസത്തിലാണ് പരീക്ഷ വരുന്നത്. അപ്പോൾ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ ചോദിച്ച ആർട്സ് ആൻഡ് കൾച്ചർ എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് കുറച്ച് ചോദ്യങ്ങളുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത് ഞാൻ. അതുപോലെ തന്നെ അതിന് മുമ്പായിട്ട് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം, നമ്മുടെ CCയിലെ മാർച്ച് 31 വരെ ഒരു ഓഫർ ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഗ് ഡേ ഓഫർ. അതായത് ഏത് കോഴ്സ് നിങ്ങൾ പർച്ചേസ് ചെയ്താലും 30% ഡിസ്കൗണ്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു അവസരം എല്ലാവരും എത്രയും പെട്ടെന്ന് തന്നെ ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നമ്മൾ ഈ CCയുമായി ബന്ധപ്പെട്ട എല്ലാ കോഴ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഒരു ആപ്പ് ഉണ്ട്. അപ്പൊ ആപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആപ്പിലൂടെയുള്ള പഠനം സുഗമമാക്കാൻ വേണ്ടിയിട്ട് നമുക്കറിയാലോ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് ആപ്പിലൂടെയുള്ള പഠനമാണ് കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് നമ്മുടെ CCയുടെ ആപ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് കോഴ്സാണോ വേണ്ടത് അതെല്ലാം വളരെ കൃത്യമായിട്ട് വളരെ ചിട്ടയോട് കൂടിയിട്ട് നമ്മുടെ ആപ്പിൽ അവൈലബിൾ ആണ്. മാക്സിമം ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ഭാഗങ്ങളുണ്ടായിരിക്കും. പരീക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നവർ എത്രയും പെട്ടെന്ന് നമ്മുടെ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യണം. ഇനി ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷ ഞാൻ പറഞ്ഞൂല്ലേ, നമ്മൾ വരാൻ പോകുന്ന മെയ് മാസത്തിലാണ്. 2-ാം തീയതി, മെയ് 2-ാം തീയതിയാണ് ആദ്യത്തെ ഘട്ടം പരീക്ഷ ഉണ്ടായിരിക്കുക. അതിനുശേഷം 16-ാം തീയതി പരീക്ഷ ഉണ്ടായിരിക്കും. പിന്നീട് ജൂൺ മാസത്തിലാണ്. ഒരു പക്ഷേ നമുക്കുള്ള പരീക്ഷ ജൂൺ മാസത്തിലേക്ക് നീങ്ങാം, പക്ഷേ വിചാരിക്കാൻ പറ്റില്ല. ചിലപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ നമുക്ക് പരീക്ഷ ഉണ്ടായിരിക്കാം. അപ്പൊ എത്രയും പെട്ടെന്ന് പരീക്ഷ വരും. ഇനി ശരിക്ക് എണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ആ ഒരു പരീക്ഷ കൃത്യമായ രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രിലിംസ് പാസ്സാവാൻ സാധിക്കും. അപ്പൊ നിങ്ങൾ എങ്ങനെ കൃത്യമായിട്ട് പ്രിലിംസ് പാസ്സാക്കാം എന്ന രീതിയിൽ നമ്മളൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. CCയുടെ മിറാക്കിൾ ബാച്ച് ആണ് അത്. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ട് ക്രാഷ് കോഴ്സാണ്. അപ്പൊ കോഴ്സുമായി ബന്ധപ്പെട്ട ഡീറ്റെയിലിന് വേണ്ടിയിട്ട് നിങ്ങൾ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. മേലെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. 8590202323 എന്ന് പറയുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. വളരെ ചിട്ടയോട് കൂടിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം, ആവശ്യമുള്ള സബ്ജക്റ്റ് മാത്രം പ്രിലിംസ് പാസ്സാക്കാവുന്ന രീതിയിലുള്ള കൃത്യം സിലബസ് വൈസ് ആണ് നമ്മൾ ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ച് റണ്ണിങ് ആണ്. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. വരാൻ പോകുന്ന പരീക്ഷേനെ വളരെ കൃത്യമായിട്ട് നമ്മൾ നേടിയെടുക്കുക, ജോലിയിലെത്തുക. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട 1-2 ചോദ്യങ്ങൾ, ഓക്കെ, പ്രിലിംസുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏതാണ് MGS നാരായൺ കേരള ചരിത്രത്തിലെ വർഗീകരിക്കാത്ത വിജ്ഞാനകോശമായി കണക്കാക്കുന്നത്? ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. MGS നാരായണൻ വർഗീകരിക്കാത്ത വിജ്ഞാനകോശം, കേരള ചരിത്രത്തിലെ വർഗീകരിക്കാത്ത വിജ്ഞാനകോശമായിട്ട് MGS നാരായണൻ കണക്കാക്കുന്നത് ഏത് കൃതിയെയാണ്? ഒന്നാമത്തെ ഓപ്ഷൻ വില്യം ലോഗന്റെ മലബാർ മാനുവൽ. രണ്ടാമത്തെ KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം. 4 വാല്യങ്ങളായിട്ടാണ് അത് ഇറങ്ങിയിരിക്കുന്നത്. അതാണോ? ശ്രീധര മേനോന്റെ സർവേ ഓഫ് കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകം. ഷേഖ് സൈനുദ്ദീൻ മഖ്മൂന്റെ തുഫത്തുൽ മുജാഹിദീൻ. ഏത് കൃതിയാണെന്നാണ് ചോദ്യം. ഓക്കെ, ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്. ഏതാ? KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം. നോക്കാം, നമുക്ക് അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. അത്തരം ആ ഒരു ചോദ്യം ഇനി ആവർത്തിച്ചു കഴിഞ്ഞാൽ, അതുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ആവർത്തിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വരാവുന്ന ചോദ്യങ്ങൾ നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. KP പത്മനാഭ മേനോന്റെ കേരള ചരിത്രം 4 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ്. പ്രസ്താവനയായിട്ട് വരാൻ സാധ്യതയുണ്ട്. എത്ര വാല്യങ്ങളായിട്ടാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? 4 വാല്യങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചതാണ്. 1924 അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഗ്രന്ഥം പ്രസിദ്ധീകരിച്ചത്. അപ്പൊ അതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ് ആണ് അല്ലെ. അദ്ദേഹത്തിന്റെ മരണശേഷം 1924 അദ്ദേഹത്തിന്റെ മരണശേഷമാണ് ഈ ഗ്രന്ഥം എന്ത് ചെയ്യുന്നത്? പ്രസിദ്ധീകരിക്കപ്പെടുന്നത്. കേരളത്തിലെ ആദ്യത്തെ ആധുനിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് ആരാണ്? KP പത്മനാഭൻ. അപ്പൊ ഈ ഒരു ചോദ്യം ഇമ്പോർട്ടന്റ് ആണ്. കേരളത്തിലെ ആദ്യത്തെ ആധുനിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നത് KP പത്മനാഭനാണ്. തിരുവിതാംകൂറിന്റെ ചരിത്രം പറയുന്ന ആദ്യ ഗ്രന്ഥമാണ് തിരുവിതാംകൂർ ചരിത്രം. അത് രചിച്ചതും ആര് തന്നെയാണ്? KP പത്മനാഭനാണ്. ഓക്കെ, അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? 4 വാല്യങ്ങളായിട്ടാണ് കേരള ചരിത്രം പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. 24 അദ്ദേഹത്തിന്റെ മരണത്തിന് ശേഷമാണ് ഈ ഗ്രന്ഥം പുറത്തിറങ്ങുന്നത്. ആധുനിക ചരിത്രകാരൻ, കേരളത്തിലെ ആദ്യത്തെ ആധുനിക ചരിത്രകാരൻ എന്നറിയപ്പെടുന്നുണ്ട് അദ്ദേഹം. അതുപോലെ തന്നെ തിരുവിതാംകൂർ ചരിത്രം എന്ന് പറയുന്ന കൃതി അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ്. 2025 ഞാൻ ഓപ്ഷനിലുള്ള മറ്റാൾക്കാരെ നോക്കുകയാണ് നമ്മൾ. 2025 ഏപ്രിൽ 26 അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത ചരിത്രകാരൻ ആണ് ആര്? മുറ്റായിൽ ഗോവിന്ദ മേനോൻ, അതായത് MG മേനോൻ. മുറ്റായിൽ ഗോവിന്ദ മേനോൻ ശങ്കര നാരായണൻ, അതായത് MGS നാരായണൻ. 2025 ഏപ്രിൽ 26 അന്തരിച്ചു. അപ്പൊ ഇതൊരു കറണ്ട് അഫയർ ആയിട്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. 2025 ഏപ്രിൽ 26 അന്തരിച്ച ഇന്ത്യയിലെ പ്രശസ്ത ചരിത്രകാരൻ ആരാണ്? മുറ്റായിൽ
ഗോവിന്ദമേനോൻ, ശങ്കര നാരായണൻ, അതായത് MGS നാരായണൻ. ആരാണ്? MGS നാരായണൻ. MGS നാരായണൻ ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ചെയർമാനായിട്ട് ഇരുന്നിട്ടുണ്ട് 2001, 2003 കാലഘട്ടത്തില്. എവിടെ? 2003 കാലഘട്ടത്തില് ഏതാണ്? ഇന്ത്യൻ കൗൺസിൽ ഓഫ് ഹിസ്റ്റോറിക്കൽ റിസർച്ചിൽ ചെയർമാനായിട്ടിരുന്ന ഒരു വ്യക്തിയാണ് ആര്? MGS നാരായണൻ എന്ന് പറയുന്നത്. ഇനി അദ്ദേഹത്തിന്റെ ചില കൃതികൾ നമുക്കൊന്ന് നോക്കേണ്ടതുണ്ട്. MGS നാരായണൻ രചിച്ച പ്രധാനപ്പെട്ട ചില പുസ്തകങ്ങൾ: കൾച്ചറൽ സിംബോളിസിസ് ഇൻ കേരള, പെരുമാൾസ് ഓഫ് കേരള, കാലിക്കറ്റ്, ദ സിറ്റി ഓഫ് ട്രൂത്ത് റീവിസിറ്റഡ്. ഇത്രയും കൃതികൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടതാണ് കേട്ടോ. അപ്പൊ 3 കൃതികൾ, പ്രധാനപ്പെട്ട 3 കൃതികളാണ്. ഇനി അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അത് ഒരു കൃതിയാണ്. ചരിത്ര സത്യങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കേരളം ചരിത്ര വഴിയിലെ വെളിച്ചങ്ങൾ അദ്ദേഹത്തിന്റെ കൃതിയാണ്. ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ, ഇതൊറ്റ പുസ്തകമാണ്. ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ഇത് ഒരുപക്ഷെ എന്താവാൻ സാധ്യതയുണ്ട്? കുറച്ചും കൂടി പ്രാധാന്യമുള്ളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. കാരണം എന്താ നോക്കാം നമുക്ക്. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമായത് ഏത് കൃതിയാണ്? ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ കാഴ്ചകൾ. അദ്ദേഹത്തിന്റെ ആത്മകഥ കൂടിയാണ് ഏത്? ഈ പറയുന്ന കൃതി. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഇമ്പോർട്ടന്റ് ആവാൻ സാധ്യതയുണ്ട്. 2019 കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നു. അദ്ദേഹത്തിന്റെ ആത്മകഥയാണ്. കൃതിയുടെ പേര് ജാലകങ്ങൾ, ഒരു ചരിത്രാന്വേഷിയുടെ വഴികൾ കാഴ്ചകൾ. ഓക്കെ അല്ലേ? അപ്പൊ MGS നാരായണനുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളും നമ്മൾ ആ ക്വസ്റ്റ്യനുമായി ബന്ധപ്പെട്ട്. ഇനി കേരളത്തിലെ പോർച്ചുഗീസ് അതിക്രമങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് തുഹ്ഫത്തുൽ മുജാഹിദീൻ. കേരളത്തിലെ പോർച്ചുഗീസ് അധിനിവേശം അല്ലെങ്കിൽ പോർച്ചുഗീസുകാരുടെ കുറിച്ചൊക്കെ പറയുന്ന കൃതിയാണ് ഏത്? ഈ തുഹ്ഫത്തുൽ മുജാഹിദീൻ. പലപ്പോഴും ഡിഗ്രി പ്രിലിംസ് പരീക്ഷകളിൽ അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ പരീക്ഷകളിൽ ഈ തുഹ്ഫത്തുൽ മുജാഹിദിനെ പറ്റിയിട്ടുള്ള ചോദ്യങ്ങൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അത് വീണ്ടും ചോദിക്കാൻ സാധ്യതയുണ്ട്. ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതപ്പെട്ട അറബി കാവ്യമായ ഫത്ഹുൽ മുബീൻ രചിച്ച വ്യക്തി ആരാണ്? ഗാസി മുഹമ്മദ്. ഇതും വരാൻ സാധ്യതയുള്ളതാണ്. ഏതാണ് കൃതിയുടെ പേര്? ഫത്ഹുൽ മുബീൻ. ആരാണ്? ഗാസി മുഹമ്മദ്. ഏതാണ്? ചാലിയൻകോട്ടയിലെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയതാണ്. ഇനി മലബാർ മാനുവൽ എഴുതിയത് ആരാണ്? നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു 10th ലെവൽ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഏത്? വില്യം ലോഗൻ എഴുതിയതാണ് മലബാർ മാനുവൽ. അപ്പൊ അതിനോട് ചേർന്ന് നിൽക്കുന്ന 1-2 കൃതികളും കൂടി നമ്മളൊന്ന് പഠിക്കണം. ട്രാവൻകൂർ മാനുവൽ എന്ന് പറയുന്ന ഒരു കൃതിയുണ്ട്. അത് എഴുതിയത് നാഗം അയ്യയാണ്. ട്രാവൻകൂർ മാനുവൽ എന്ന് പറയുന്ന കൃതി എഴുതിയത് നാഗം അയ്യ. കൊച്ചിൻ മാനുവൽ എന്ന കൃതി എഴുതിയത് C. അച്യുതമേനോൻ. അപ്പൊ 3 മാനുവൽ. മലബാർ മാനുവൽ ആണെങ്കിൽ അത് വില്യം ലോഗനാണ്. ട്രാവൻകൂർ മാനുവൽ എന്ന് പറയുകയാണെങ്കിൽ അത് നാഗം അയ്യയാണ്. കൊച്ചിൻ മാനുവൽ എന്ന് പറയുകയാണെങ്കിൽ അത് C. അച്യുതമേനോൻ എഴുതിയ കൃതിയാണ്. അപ്പൊ ഒന്നാമത്തെ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മാക്സിമം ഇത്തരം ചോദ്യങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലാണ് നമ്മൾ അതിനെ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ ഈ ഒരു ചോദ്യം കഴിഞ്ഞ പ്രിലിംസിൽ വന്നൊരു ചോദ്യമാണ്. വിച്ച് നോവൽ ഓഫ് സേതു ഈസ് അസോസിയേറ്റഡ് വിത്ത് ദ വെൽ നോൺ ക്യാരക്ടർ ദേവി? ദേവി എന്ന് പറയുന്ന കഥാപാത്രം, സേതു എന്ന് പറഞ്ഞ എഴുത്തുകാരല്ലേ സേതുമാധവൻ. സേതുവിന്റെ ദേവി എന്ന് പറയുന്ന കഥാപാത്രം ഏത് കൃതിയിലെയാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ ഓപ്ഷൻ മറുപിറവി, 2 പാണ്ഡവപുരം, കൈമുദ്രകൾ, ആലിയ. ഏതാ നോക്കാം നമുക്ക്. ഏതാണ് വരിക? ഏതാണ് ഉത്തരം? പാണ്ഡവപുരമാണ്. ഏതാണ്? പാണ്ഡവപുരം. ഏതാണ് വരുന്നത്? പാണ്ഡവപുരം. നമുക്ക് അതിന്റെ ഡീറ്റെയിൽ നോക്കാം. സദാചാര ചിന്തകൾ അലട്ടുന്ന ദേവി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് സേതു മാധവന്റെ കൃതിയാണ് ഏത്? പാണ്ഡവപുരം. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കൃതിയായിട്ട് കണക്കാക്കപ്പെടുന്നതാണ് ഇത് പാണ്ഡവപുരം. ഏതാണ്? സദാചാര ചിന്തകൾ അലട്ടുന്ന ദേവി എന്ന കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ച സേതുവിന്റെ കൃതി അല്ലെങ്കിൽ സേതുമാധവന്റെ കൃതിയാണ് ഇത് പാണ്ഡവപുരം എന്ന് പറയുന്നത്. നേരെ ഇപ്പോൾ അത് തിരിച്ചു വയ്ക്കാം. പാണ്ഡവപുരം എന്ന് പറയുന്നത് ആരുടെ കൃതിയാണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. സേതുമാധവനെ 1982 കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി കൂടിയാണ് ഏത്? പാണ്ഡവപുരം. അപ്പൊ അദ്ദേഹത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് 1982. അതിന് അർഹമായ കൃതിയാണ് പാണ്ഡവപുരം. ഇനി അതിൽ പഠിക്കാനുള്ള കേന്ദ്ര കഥാപാത്രം ദേവി എന്ന് പറയുന്ന കഥാപാത്രം. ഇനി ആ ഓപ്ഷനിൽ മറ്റ് കുറച്ചും കൂടി പുസ്തകങ്ങൾ ഉണ്ടായിരുന്നു. അരവിന്ദൻ എന്ന കേന്ദ്ര കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയിട്ട് സേതുമാധവൻ അല്ലെങ്കിൽ സേതു രചിച്ച കൃതിയാണ് മറുപിറവി. ഏതാണ്? മറുപിറവി. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഈ നമ്മൾ മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് കഥാപാത്രങ്ങളെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലെ? അതും സാധ്യതയുള്ളതാണ്. ഈ അരവിന്ദൻ എന്ന് പറയുന്ന കേന്ദ്ര കഥാപാത്രം ആരുടെ സൃഷ്ടിയാണ്? സേതുവിന്റെയാണ്. കൃതി മറുപിറവി. ഓക്കെ അല്ലേ? ശരി. അങ്ങനെയാണെങ്കിൽ കൊച്ചിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും
ജനജീവിതത്തെക്കുറിച്ച് പരാമർശിക്കുന്ന സേതുവിന്റെ പുസ്തകം? ആലിയ. ഏതാണ്? ആലിയ. അപ്പോൾ നമ്മൾ കൊടുത്ത ഓപ്ഷനിൽ 4 ആരുടെയാണ്? അദ്ദേഹത്തിന്റെ. കൈമുദ്രകള്, പാണ്ഡവപുരം, അതുപോലെ തന്നെ മറുപിറവി, ആലിയ. ആലിയ എന്താണ്? കൊച്ചിയിലെയും പ്രാന്തപ്രദേശങ്ങളിലെയും ജനജീവിതത്തെ പറ്റി പറയുന്നതാണ് ഇത് ആലിയ. അതുപോലെ തന്നെ അരവിന്ദനാണെങ്കിൽ മറുപിറവിയാണ്. പാണ്ഡവപുരാണെങ്കിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡാണ്. ദേവി എന്ന് പറഞ്ഞ കഥാപാത്രമാണ്. മാനസികവും ഭൗതികവുമായ സമ്മർദ്ദങ്ങൾക്ക് ഇരയാകേണ്ടി വരുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ ആന്തരിക ഭാവങ്ങൾ വ്യക്തമായ ശൈലിയിൽ അവതരിപ്പിച്ച സേതുവിന്റെ നോവലാണ് കൈമുദ്രകൾ. ഏതാണ്? കൈമുദ്രകൾ. മാനസികവും ഭൗതികവുമായ സമ്മർദ്ദങ്ങൾ, അങ്ങനത്തെ ഒരു ആൾക്കാരുടെ അവസരങ്ങൾ, ആന്തരിക ഭാവങ്ങൾ അവതരിപ്പിച്ച കൃതിയാണ് കൈമുദ്രകൾ. ഇനി അദ്ദേഹത്തിന്റെ ആത്മകഥ ഉണ്ട്, അതൊന്ന് നോക്കി വെക്കണം. ഒരുപാട് പേരുടെ ആത്മകഥ ചോദിക്കാറുണ്ട്. ഇപ്പൊ പുതിയത് കുറെ എഴുത്തുകാരുടെ ആത്മകഥയൊക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്. സേതുവിന്റെ ആത്മകഥയാണ് അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഏതാണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. വരാൻ പോകുന്ന പരീക്ഷയ്ക്ക് ഒരു പക്ഷേ ചോദിക്കാം. കഴിഞ്ഞ തവണ സേതുവുമായി ബന്ധപ്പെട്ടൊരു ചോദ്യം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഒരു കൃതി ചോദിക്കാൻ സാധ്യതയുണ്ട്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഇനി 2021 അപ്പൊ ഏകദേശം കറണ്ട് അഫയറിലേക്ക് എത്തി. 2021 കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത സേതുവിന്റെ കൃതി. ബാലസാഹിത്യ അക്കാദമി, കേന്ദ്രമാണ് കേട്ടോ, കേരള അല്ല. കേന്ദ്ര ബാലസാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത സേതുവിന്റെ കൃതിയാണ് ചേക്കുട്ടി. ഇതാണ് ചേക്കുട്ടി. കുട്ടികളുടെ അല്ലേ, ബാലസാഹിത്യം അല്ലേ, അപ്പൊ കുട്ടി, ചേക്കുട്ടി. സേതുവിന്റെ ചേക്കുട്ടി. കൈമുദ്രകള്, പാണ്ഡവപുരം, മറുപിറവി, ആലിയ, ചേക്കുട്ടി. 2022 അദ്ദേഹത്തിന് എന്ത് ലഭിച്ചു? എഴുത്തച്ഛൻ പുരസ്കാര ജേതാവും ആര് തന്നെയാണ്? സേതു തന്നെയാണ് കേട്ടാ. സമഗ്ര സംഭാവനയായിരിക്കും. എഴുത്തച്ഛൻ അവാർഡല്ലേ. എ സേതുമാധവൻ. അപ്പൊ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നമ്മൾ ദേവി എന്ന് പറഞ്ഞ കഥാപാത്രം പാണ്ഡവപുരമാണ്. ആത്മകഥ എന്ന് പറയുന്നത് എന്താണ്? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങളിലാണ്. ആലിയ കൊച്ചിയുമായി ബന്ധപ്പെട്ടതാണ്. അരവിന്ദൻ മറുപിറവിയുമായി ബന്ധപ്പെട്ടതാണ്. ദെൻ കൈമുദ്രകള് നമ്മൾ മാനസിക ഭൗതികമായ സമ്മർദ്ദം ചെലുത്തുന്ന ചില ആൾക്കാരുടെ കഥ പറയുന്നതാണ്. ബാലസാഹിത്യമുണ്ട്, ചേക്കൂട്ടി. ഇത്രയും കാര്യങ്ങൾ സേതുവുമായി ബന്ധപ്പെട്ട് നമ്മളൊന്ന് നോക്കി. മറ്റു കൃതികൾ വരുന്നതാണ്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൃതികളാണോ ചോദിച്ചല്ല, എന്നാലും നമുക്കൊന്ന് ജസ്റ്റ് പഠിച്ചിരിക്കേണ്ടതാണ്. വെളുത്ത കൂടാരങ്ങൾ, താളിയോല, കിരാതം, നിയോഗം, വനവാസം, വിളയാട്ടം. ഇത്രയും കൃതികൾ പ്രധാനമായിട്ടും ആരുടെയാണ്? സേതുവിന്റെയാണ് കേട്ടോ. ഇനി ഇതിൽ പെടാത്തൊരു, നമുക്ക് ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാവുന്ന ഒരു ചോദ്യമുണ്ട്. സേതു എന്ന കേന്ദ്ര കഥാപാത്രമുള്ള MT വാസുദേവൻ രചിച്ച നോവൽ ഏതാണ്? കാലം. ഏതാണ്? കാലം. MT വാസുദേവൻ നായരുടെ കാലം എന്ന നോവലിലെ കേന്ദ്ര കഥാപാത്രമാണ് സേതു. സേതു എന്ന് പറഞ്ഞാൽ ഈ എഴുത്തുകാരനല്ല, അതിലൊരു കഥാപാത്രത്തിന്റെ പേരാണ് എന്ത്? സേതു. അപ്പോൾ സേതു എന്ന കേന്ദ്ര കഥാപാത്രത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ള MT വാസുദേവൻ നായരുടെ കൃതിയെ ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്? കാലം. MT വാസുദേവൻ നായർ ഈ അടുത്ത് മരിച്ച കാരണം ഒരുപക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ആ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ ക്ലിയർ ചെയ്തില്ലേ? ഇനി ഒന്നും കൂടി ഓർമ്മപ്പെടുത്താണ്, നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ട ഡേറ്റ് ഞാൻ അത്രയും പറയാൻ കാരണം ഡേറ്റ് വളരെ അടുത്ത് കഴിഞ്ഞു. മെയ് 2-ാം തീയതി ആദ്യഘട്ടത്തിലുള്ള പരീക്ഷ ഉണ്ടായിരിക്കും. സോ ആ പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് CCയുടെ പുതിയ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. മിറാക്കിൾ ബാച്ച് എന്നാണ് ബാച്ചിന്റെ പേര്. ആ ബാച്ചുമായി ബന്ധപ്പെട്ട് നമുക്ക് ഒരു ചുരുങ്ങിയ സമയത്തിൻ്റെ ഉള്ളിൽ നിങ്ങളെ ആ പ്രിലിംസ് പാസ്സാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. കൂടാതെ വീക്കിലി എക്സാം, നിർബന്ധമായിട്ട് നിങ്ങൾ എഴുതിയിരിക്കേണ്ട ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മോഡൽ എക്സാം ഉണ്ടായിരിക്കും. സ്പെഷ്യൽ മെന്റർഷിപ്പ്, നിങ്ങൾക്ക് ഇനി പഠനവുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾക്ക് ഒരു മെന്റർഷിപ്പ് ആവശ്യമാണെങ്കിൽ സ്പെഷ്യൽ മെന്റർഷിപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കും. ടൈം ടേബിൾ ബേസ്ഡ് റിവിഷൻ ആയിരിക്കും. കൃത്യമായിട്ട് ഏത് പഠിക്കണം, എന്ന് പഠിക്കണം, എത്ര സമയം പഠിക്കണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ ടൈം ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ, ഡെയിലി ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും. PDF നോട്ടുകൾ ഉണ്ടായിരിക്കും. ലൈവ് ക്ലാസ്സിന് കയറാൻ പറ്റാത്തവർക്കാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്തുണ്ടായിരിക്കും? റെക്കോർഡഡ് ക്ലാസ് ഉണ്ടായിരിക്കും. ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവര് നമ്മുടെ CCയുടെ ഈ 8590202323 എന്ന് പറഞ്ഞ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക. ഈ വരാൻ പോകുന്ന പ്രിലിംസ് നമുക്ക് നേടിയെടുക്കണം. നമുക്ക് ഇനി ഒരു അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. കഴിഞ്ഞ തവണ ചോദിച്ചൊരു ചോദ്യം തന്നെയാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള 2 കേരളീയ ദൃശ്യകലകൾ എവയാണ്? എപ്പോഴും ചോദിക്കുന്നതാണ്. യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ കേരളത്തിൽ നിന്ന് 2 കലാരൂപങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഏതാണത്? കൂടിയാട്ടം, മുടിയേറ്റ്. ഏതാണ്? കൂടിയാട്ടവും മുടിയേറ്റും. തെറ്റാൻ സാധ്യത അവിടെ വരാൻ സാധ്യത എന്താണ്? കൂടിയാട്ടം കഥകളി എന്ന് കാണും. നമുക്ക് കഥകളിയായിട്ട് ഏറ്റവും കേരളം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കഥകളിയാണ്. പക്ഷെ യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിരിക്കുന്ന മക്കളെ ഏതല്ല? കഥകളിയല്ല, കൂടിയാട്ടവും മുടിയേറ്റുമാണ്. കൂടിയാട്ടവും മുടിയേറ്റുമാണ്. 2013
ഒന്നിലാണ് കൂടിയാട്ടം, 2010 മുടിയേറ്റ്. അത് എളുപ്പല്ലേ, പഠിക്കാൻ എളുപ്പമാണ്. 2001 ഇത് മാറി 2010. ഓക്കെ, അങ്ങോട്ടും ഇങ്ങോട്ടും സ്ഥാനം മാറി. 2001 അത് കൂടിയാട്ടവും 2010 മുടിയേറ്റുമാണ് എന്തുണ്ടായത്, യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട 2 കലാരൂപങ്ങൾ. ഇനി കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യം, കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അത് അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ഏതാണ് കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്ന കലാകാരന്മാരെ പറ്റി ചോദിക്കാറുണ്ട് അല്ലേ? അപ്പൊ കൂടിയാട്ടത്തിന്റെ കുലപതി എന്നറിയപ്പെടുന്നത് ആരാണ്? അമ്മന്നൂർ മാധവ ചാക്യാരാണ്. ദെൻ കേരളത്തിലെ ഏറ്റവും പഴയ കലാരൂപം എന്നറിയപ്പെടുന്നത് ഏതാണ്? കൂടിയാട്ടമാണ്. ഏറ്റവും പഴയ കലാരൂപം, സംസ്കൃത നാടക രൂപം എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? കൂടിയാട്ടത്തെയാണ് കേട്ടോ. ഇനി അഭിനയ കലയ്ക്ക് നൃത്തത്തേക്കാൾ പ്രാധാന്യം നൽകുന്നതിനാൽ ഏറ്റവും പ്രാചീന സംസ്കൃത നാടകം എന്ന പേരിലും എന്തറിയപ്പെടുന്നുണ്ട്? കൂടിയാട്ടം അറിയപ്പെടുന്നുണ്ട്. അഭിനയത്തിനാണ് കൂടുതൽ, നൃത്തത്തേക്കാൾ കൂടുതൽ അഭിനയത്തിനാണ് പ്രാധാന്യം നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള സംസ്കൃത നാടകം എന്നും അറിയപ്പെടുന്നത് ഏതാണ്? നമ്മുടെ കൂടിയാട്ടമാണ്. ഏറ്റവും പഴയതായതുകൊണ്ട് നമുക്ക് എന്ത് വിളിക്കാം അതിനെ? അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിക്കാം. അഭിനയത്തിന്റെ അമ്മ എന്ന് വിളിക്കുക. ഏറ്റവും പഴയതാണ് കേട്ടോ. ഇനി അതുമായി ബന്ധപ്പെട്ടിട്ട്, അതായത് കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വാദ്യോപകരണമുണ്ട്. നമുക്കറിയാവുന്ന പോലെ തന്നെ അതേതാണ്? മിഴാവാണ്. ഏതാണ്? മിഴാവാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാദ്യോപകരണം. അത് കൂടാതെ വാദ്യോപകരണം ഉണ്ട്, എന്നാലും കൂടിയാട്ടത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യോപകരണമാണ് ഇത് മിഴാവ് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, പൂർണ്ണമായ രൂപത്തിൽ കൂടിയാട്ടം അവതരിപ്പിക്കാൻ എത്ര ദിവസം വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 41 ദിവസമാണ് ഒരു കഥ പൂർത്തിയാക്കിയിട്ട് കൂടിയാട്ടത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, അല്ലെങ്കിൽ കൂടിയാട്ടത്തിന്റെ ഒരൊറ്റ കൂടിയാട്ടം പൂർണ്ണമായിട്ട് അവതരിപ്പിക്കുന്നതിന് എത്ര ദിവസം വേണം? 41 ദിവസം വേണം. പ്രധാന കലാകാരന്മാർ ഏതുമായി ബന്ധപ്പെട്ടത്? നമ്മുടെ കൂടിയാട്ടവുമായി ബന്ധപ്പെട്ട പ്രധാന കലാകാരന്മാരാണ് അമ്മന്നൂർ മാധവ ചാക്യാർ, അമ്മന്നൂർ മാണി മാധവ ചാക്യാർ, പൈങ്കുളം രാമൻ ചാക്യാർ. ആരാണ്? പൈങ്കുളം രാമൻ ചാക്യാർ. അപ്പൊ ചില വ്യക്തികളെയൊക്കെ ചോദിക്കാറുണ്ട് അതുമായി ബന്ധപ്പെട്ടത്. ഇനി മുടിയേറ്റ് അല്ലേ, 2010 യുനെസ്കോയുടെ പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടതാണ് ഇത് മുടിയേറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലെ ഒരു അനുഷ്ഠാന കലയാണ്. ദാരികവധമാണ് അതിന്റെ പ്രമേയം. അനുഷ്ഠാന കലയാണ്, ദാരികവധമാണ് അതിന്റെ പ്രമേയം. 12 മുതൽ 20 വരെയുള്ള ആൾക്കാർ വേണം എന്തിനെ? ഈ മുടിയേറ്റ് അവതരിപ്പിക്കാൻ. 12 മുതൽ 20 പേര് വരെ ആളുകൾ വേണം ഈ കഥ അവതരിപ്പിക്കാൻ. ദാരികവധമാണ് പ്രധാനമായിട്ടും അതിന്റെ ഒരു പ്രമേയം. കളമെഴുത്ത്, തിരിയൊഴിച്ചൽ, താലപ്പൊലി, പ്രതിഷ്ഠാ പൂജകളും കളം വായിക്കൽ എന്നിവയാണ് മുടിയേറ്റിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ കേട്ടോ. അപ്പൊ ഇതൊന്ന് ജസ്റ്റ് ഓർത്തിരിക്കണം. ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്രാഷ് കോഴ്സിന്റെ കാര്യം ഒന്നും കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ബാച്ചിന്റെ പേര് മിറാക്കിൾ ബാച്ച് എന്നാണ്. വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിംസ് പരീക്ഷ എത്രയും പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുന്നതിന് വേണ്ടിയിട്ട്, വളരെ കോൺഫിഡൻസോട് കൂടിയിട്ട് പരീക്ഷയ്ക്ക് എത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ബാച്ച് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. മെയ് 2-ാം തീയതി തന്നെ നമുക്ക് പരീക്ഷ ഉണ്ടാകും എന്ന രീതിയിൽ നമുക്ക് പഠിച്ചു തീർക്കേണ്ടതുണ്ട്. സോ നമ്മുടെ ഡിഗ്രി പ്രിലിംസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മിറാക്കിൾ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യണം. 8590202323 എന്ന് പറയുന്ന നമ്പറിൽ വിളിച്ച് അത് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പുവരുത്തുക. വരാൻ പോകുന്ന പ്രിലിംസ് വളരെ കൃത്യമായിട്ട് പിടിച്ചെടുക്കുക എന്നുള്ളതാണ് നമുക്ക് വേണ്ടത്. ഡെയിലി ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും, വീക്കിലി എക്സാം ഉണ്ടായിരിക്കും, ലൈവ് സെക്ഷൻ ഉണ്ടായിരിക്കും, റെക്കോർഡ് സെക്ഷൻ ഉണ്ടായിരിക്കും, പേഴ്സണൽ മെന്റർഷിപ്പ് പോലെയുള്ള എല്ലാവിധ ഹെൽപ്പും CCയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് തന്നെ നമ്മുടെ ബാച്ചിൽ ജോയിൻ ചെയ്യുക. ബാച്ച് തുടങ്ങിക്കഴിഞ്ഞു. അതുപോലെ തന്നെ നമ്മുടെ വീണ്ടും പറയുകയാണ്, നമ്മുടെ ഈ പറയുന്ന CCയിൽ മാർച്ച് 31 വരെ നിങ്ങൾക്ക് മാത്രമായിട്ടുള്ള ഒരു ഓഫറാണ്. എന്താണ്? ബിഗ് ഡേ ഓഫർ. എത്ര? 30% ഓഫിലാണ് എല്ലാ കോഴ്സുകളും. ഏത് കോഴ്സ് എന്നില്ല, എല്ലാ കോഴ്സുകളും 30% ഓഫിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു അവസരം മാർച്ച് 31-ാം തീയതി വരെയാണ് അവൈലബിൾ ആകുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ആ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. ഓക്കെ. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് തരിക. കൂടാതെ നമ്മുടെ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള ടെലഗ്രാം ചാനലുണ്ട്, അതുപോലെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. നിങ്ങളുടെ എല്ലാ ഡൗട്ടുകളും ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിന്റെ ലിങ്ക് താഴെ കൊടുക്കുന്നതായിരിക്കും. എല്ലാവരും ജോയിൻ ചെയ്യുക. CCയോടൊപ്പം നമുക്ക് ഒന്നിച്ച് നേടാം.